ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ഒരുപാട് വർഷങ്ങളായി ആവർത്തിക്കുന്ന ചോദ്യങ്ങളാണ്. ഇത് PSC ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. കല, സാഹിത്യം, സംസ്കാരം എന്ന വിഭാഗങ്ങളിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: പാണ്ഡിയിലേക്ക് എഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? പാണ്ഡിയിലേക്ക് എഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മാമാങ്കം. പാണ്ഡിയിലേക്ക് എഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? മാമാങ്കം. അടുത്ത ചോദ്യം: കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പൂരം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പൂരം. ഉത്തരം ആറാട്ടുപുഴ പൂരം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പൂരം ആറാട്ടുപുഴ പൂരം. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. പാണ്ഡിയിലേക്ക് എഴുതുക എന്നത് ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? മാമാങ്കം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പൂരം ആറാട്ടുപുഴ പൂരം. അടുത്ത ചോദ്യം: വേലകളുടെ വേല എന്നറിയപ്പെടുന്നത്. വേലകളുടെ വേല എന്നറിയപ്പെടുന്നത്. ഉത്തരം നെന്മാറവേല. വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് നെന്മാറവേല. അടുത്ത ചോദ്യം: കേരള കുംഭമേള എന്നറിയപ്പെടുന്നത്. കേരള കുംഭമേള എന്നറിയപ്പെടുന്നത്. ഉത്തരം മകരവിളക്ക്. കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് മകരവിളക്ക്. അടുത്ത ചോദ്യം: ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരിമേളം. ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരിമേളം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടിയും വായിക്കാം. വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് നെന്മാറവേല. കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് മകരവിളക്ക്. ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരിമേളം. അടുത്ത ചോദ്യം: സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിൽ? സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിൽ? ഉത്തരം ഇന്ദ്രവിഴ. സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിൽ? ഇന്ദ്രവിഴ. അടുത്ത ചോദ്യം: പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. ഉത്തരം ആറാട്ടുപുഴ പൂരം. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം. അടുത്ത ചോദ്യം: ദേവമേള എന്നറിയപ്പെടുന്നത്. ദേവമേള എന്നറിയപ്പെടുന്നത്. ഉത്തരം ആറാട്ടുപുഴ പൂരം. ദേവമേള എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കാം. സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിൽ? ഇന്ദ്രവിഴ. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം. ദേവമേള എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം. അടുത്ത ചോദ്യം: തുടിച്ചുകുളി എന്ന ആഘോഷവുമായി ബന്ധപ്പെട്ട ആചാരം എന്ത്? തുടിച്ചുകുളി എന്ന ആഘോഷവുമായി ബന്ധപ്പെട്ട ആചാരം എന്ത്? ഉത്തരം തിരുവാതിര. തുടിച്ചുകുളി എന്ന ആഘോഷവുമായി ബന്ധപ്പെട്ട ആചാരം എന്ത്? തിരുവാതിര. അടുത്ത ചോദ്യം: കൊടിക്കുത്ത് ഉത്സവത്തിന് പ്രസിദ്ധമായ മുസ്ലിം പള്ളി. കൊടിക്കുത്ത് ഉത്സവത്തിന് പ്രസിദ്ധമായ മുസ്ലിം പള്ളി. ഉത്തരം കാഞ്ഞിരമറ്റം പള്ളി. കൊടിക്കുത്ത് ഉത്സവത്തിന് പ്രസിദ്ധമായ മുസ്ലിം പള്ളി കാഞ്ഞിരമറ്റം പള്ളി. അടുത്ത ചോദ്യം: കാവ് തീണ്ടൽ എന്നത് എന്തുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങാണ്? കാവ് തീണ്ടൽ എന്നത് എന്തുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങാണ്? ഉത്തരം കൊടുങ്ങല്ലൂർ മീനഭരണി. കാവ് തീണ്ടൽ എന്നത് എന്തുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്? കൊടുങ്ങല്ലൂർ മീനഭരണി. അടുത്ത ചോദ്യം: മാമാങ്കത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ചിനക്കത്തൂർ പൂരം നടക്കുന്ന ജില്ല. മാമാങ്കത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ചിനക്കത്തൂർ പൂരം നടക്കുന്ന ജില്ല. ഉത്തരം പാലക്കാട്. മാമാങ്കത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ചിനക്കത്തൂർ പൂരം നടക്കുന്ന ജില്ല പാലക്കാട്. അടുത്ത ചോദ്യം: ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ജില്ല. ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ജില്ല. ഉത്തരം തൃശ്ശൂർ. ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ജില്ല തൃശ്ശൂർ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടിയും വായിക്കാം. കാവ് തീണ്ടൽ എന്നത് എന്തുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങാണ്? കൊടുങ്ങല്ലൂർ മീനഭരണി. മാമാങ്കത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ചിനക്കത്തൂർ പൂരം നടക്കുന്ന ജില്ല പാലക്കാട്. ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ജില്ല തൃശ്ശൂർ. അടുത്ത ചോദ്യം: പരിയാമ്പറ്റ പൂരം നടക്കുന്ന ജില്ല. പരിയാമ്പറ്റ പൂരം നടക്കുന്ന ജില്ല. ഉത്തരം പാലക്കാട്. പരിയാമ്പറ്റ പൂരം നടക്കുന്ന ജില്ല പാലക്കാട്. അടുത്ത ചോദ്യം: ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവം ഏത്? ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവം ഏത്? ഉത്തരം കൊട്ടിയൂർ ഉത്സവം. ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവം ഏത്? കൊട്ടിയൂർ ഉത്സവം.
അടുത്ത ചോദ്യം, വെട്ടുകാട് പെരുന്നാൾ ആഘോഷം നടക്കുന്ന ജില്ല. വെട്ടുകാട് പെരുന്നാൾ ആഘോഷം നടക്കുന്ന ജില്ല. ഉത്തരം തിരുവനന്തപുരം. വെട്ടുകാട് പെരുന്നാൾ ആഘോഷം നടക്കുന്ന ജില്ല തിരുവനന്തപുരം. ക്വസ്റ്റ്യൻസ് ഒന്നുകൂടിയും വായിക്കാം. പരിയാമ്പറ്റ പൂരം നടക്കുന്ന ജില്ല പാലക്കാട്. ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവം ഏത്? കൊട്ടിയൂർ ഉത്സവം. വെട്ടുകാട് പെരുന്നാൾ ആഘോഷം നടക്കുന്ന ജില്ല തിരുവനന്തപുരം. അടുത്ത ചോദ്യം, സ്പ്ലാഷ് എന്ന പേരിൽ മഴ ഉത്സവം നടക്കുന്ന ജില്ല. സ്പ്ലാഷ് എന്ന പേരിൽ മഴ ഉത്സവം നടക്കുന്ന ജില്ല. ഉത്തരം വയനാട്. സ്പ്ലാഷ് എന്ന പേരിൽ മഴ ഉത്സവം നടക്കുന്ന ജില്ല വയനാട്. അടുത്ത ചോദ്യം, അടച്ചുതുറ എന്നത് ഏതു മതവുമായി ബന്ധപ്പെട്ട വിവാഹ ചടങ്ങാണ്? അടച്ചുതുറ എന്നത് ഏതു മതവുമായി ബന്ധപ്പെട്ട വിവാഹ ചടങ്ങാണ്? ഉത്തരം ക്രിസ്തുമതം. അടച്ചുതുറ എന്നത് ഏതു മതവുമായി ബന്ധപ്പെട്ട വിവാഹ ചടങ്ങാണ്? ക്രിസ്തുമതം. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടിയും വായിക്കാം. സ്പ്ലാഷ് എന്ന പേരിൽ മഴ ഉത്സവം നടക്കുന്ന ജില്ല വയനാട്. അടച്ചുതുറ എന്നത് ഏതു മതവുമായി ബന്ധപ്പെട്ട വിവാഹ ചടങ്ങാണ്? ക്രിസ്തുമതം. അടുത്ത ചോദ്യം, ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ആലപ്പുഴ. ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആലപ്പുഴ. അടുത്ത ചോദ്യം, ആരുടെ വധമാണ് ദീപാവലിയിലൂടെ ആഘോഷിക്കുന്നത്? ആരുടെ വധമാണ് ദീപാവലിയിലൂടെ ആഘോഷിക്കുന്നത്? ഉത്തരം നരകാസുരൻ. ആരുടെ വധമാണ് ദീപാവലിയിലൂടെ ആഘോഷിക്കുന്നത്? നരകാസുരൻ. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ചെട്ടിക്കുളങ്ങര ഭരണി എന്നത് ഏത് ജില്ലയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആലപ്പുഴ. ആരുടെ വധമാണ് ദീപാവലിയിലൂടെ ആഘോഷിക്കുന്നത്? നരകാസുരൻ. അടുത്ത ചോദ്യം, ആറ്റുകാൽ ഉത്സവത്തിൻ്റെ എത്രാം ദിവസമാണ് പൊങ്കാല? ആറ്റുകാൽ ഉത്സവത്തിൻ്റെ എത്രാം ദിവസമാണ് പൊങ്കാല? ഉത്തരം 9. ആറ്റുകാൽ ഉത്സവത്തിൻ്റെ എത്രാം ദിവസമാണ് പൊങ്കാല? 9. അടുത്ത ചോദ്യം, തമിഴർ തിരുനാൾ എന്നറിയപ്പെടുന്ന ആഘോഷം. തമിഴർ തിരുനാൾ എന്നറിയപ്പെടുന്ന ആഘോഷം. ഉത്തരം പൊങ്കാല. തമിഴർ തിരുനാൾ എന്നറിയപ്പെടുന്ന ആഘോഷം പൊങ്കാല. ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. ആറ്റുകാൽ ഉത്സവത്തിൻ്റെ എത്രാം ദിവസമാണ് പൊങ്കാല? 9. തമിഴർ തിരുനാൾ എന്നറിയപ്പെടുന്ന ആഘോഷം പൊങ്കാല. അടുത്ത ചോദ്യം, എല്ലാ വർഷവും ആനയോട്ടം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം. എല്ലാ വർഷവും ആനയോട്ടം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം. ഉത്തരം ഗുരുവായൂർ. എല്ലാ വർഷവും ആനയോട്ടം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഗുരുവായൂർ. അടുത്ത ചോദ്യം, ഏഴരപ്പൊന്നാന പുറത്തെഴുന്നള്ളിപ്പ് എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ക്ഷേത്രം. ഏഴരപ്പൊന്നാന പുറത്തെഴുന്നള്ളിപ്പ് എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ക്ഷേത്രം. ഉത്തരം ഏറ്റുമാനൂർ ക്ഷേത്രം. ഏഴരപ്പൊന്നാന പുറത്തെഴുന്നള്ളിപ്പ് എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രം. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. എല്ലാ വർഷവും ആനയോട്ടം നടക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഗുരുവായൂർ. ഏഴരപ്പൊന്നാന പുറത്തെഴുന്നള്ളിപ്പ് എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രം. അടുത്ത ചോദ്യം, ടിപ്പുവിൻ്റെ പടയോട്ടം ചിത്രീകരിച്ചിട്ടുള്ള ചുമർ ചിത്രം ഏത് പള്ളിയിലാണ് ഉള്ളത്? ടിപ്പുവിൻ്റെ പടയോട്ടം ചിത്രീകരിച്ചിട്ടുള്ള ചുമർ ചിത്രം ഏത് പള്ളിയിലാണ് ഉള്ളത്? ഉത്തരം കാഞ്ഞൂർ പള്ളി. ടിപ്പുവിൻ്റെ പടയോട്ടം ചിത്രീകരിച്ചിട്ടുള്ള ചുമർ ചിത്രം ഏത് പള്ളിയിലാണ് ഉള്ളത്? കാഞ്ഞൂർ പള്ളി. അടുത്ത ചോദ്യം, തൃശ്ശൂർ പൂരം നടക്കുന്ന മാസം. തൃശ്ശൂർ പൂരം നടക്കുന്ന മാസം. ഉത്തരം മേടം. തൃശ്ശൂർ പൂരം നടക്കുന്ന മാസം മേടം. അടുത്ത ചോദ്യം, പാലക്കാട് ഗ്രാമങ്ങളുടെ തനത് ആഘോഷം. പാലക്കാട് ഗ്രാമങ്ങളുടെ തനത് ആഘോഷം. ഉത്തരം കാളപ്പൂട്ട്. പാലക്കാട് ഗ്രാമങ്ങളുടെ തനത് ആഘോഷം കാളപ്പൂട്ട്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. ടിപ്പുവിൻ്റെ പടയോട്ടം ചിത്രീകരിച്ചിട്ടുള്ള ചുമർ ചിത്രം ഏതു പള്ളിയിലാണ് ഉള്ളത്? കാഞ്ഞൂർ പള്ളി. തൃശ്ശൂർ പൂരം നടക്കുന്ന മാസം മേടം. പാലക്കാട് ഗ്രാമങ്ങളുടെ തനത് ആഘോഷം കാളപ്പൂട്ട്. അവസാന ചോദ്യം, മീനമാസത്തിലെ പൂരം നാളിൽ നടക്കുന്ന പൂരം. മീനമാസത്തിലെ പൂരം നാളിൽ നടക്കുന്ന പൂരം. ഉത്തരം ആറാട്ടുപുഴ പൂരം. മീനമാസത്തിലെ പൂരം നാളിൽ നടക്കുന്ന പൂരം ആറാട്ടുപുഴ പൂരം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് PSC ബുള്ളറ്റിനിലെ PSC ആവർത്തിക്കുന്ന കേരളം കലാ സാഹിത്യം സംസ്കാരം എന്ന വിഷയത്തെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കൂടുതൽ പോയിൻറ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്